എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. മുട്ടയില്ലാത്ത മുട്ട റോസ്റ്റ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണതാണ് നല്ലത്. പിന്നെ ഒരു കഷ്ണം പട്ട, ഇതൊരു ചെറിയ കഷ്ണമാണ്, അത് 2ആക്കി മുറിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒരു ഏലക്ക, അത് വലിയ ഏലക്ക ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അതൊന്ന് നെടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇത് മൂത്തിട്ട് അപ്പം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല. ഇത് മൂത്ത് കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. ചെറിയ സവാള ആയതുകൊണ്ട് 3 സവാള എടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അത് നേരിയതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി സവാള. അല്ലാതെ കളറ് മാറുന്നിടം വരെയൊന്നും വഴറ്റണ്ട. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. മുളക് പൊടി എടുക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്താൽ മതി. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മല്ലിയിലയുടെ ആ ടേസ്റ്റ് എല്ലാം സവാളയിലേക്കൊക്കെ നന്നായിട്ട് ചേർന്ന് കിട്ടും. അപ്പോൾ എണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാളയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റിയത്. അപ്പോൾ അത് ഓർത്തിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ തക്കാളി ചേർത്തിട്ടുള്ള ഏത് കറിയിലും നമ്മൾ ഒരു കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആ തക്കാളിയിലുള്ള വെള്ളം തന്നെ മതിയാവും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതായത് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആദ്യം നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തതാണ്, എന്നാലും കുറച്ചുകൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുട്ടയില്ലാത്ത മുട്ട റോസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെയൊക്കെ ഒപ്പം നന്നായി ചേർന്ന് പോകുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.